ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സദ്യ സ്റ്റൈലിൽ ഒരു മസാലക്കറിയുടെ റെസിപ്പി നോക്കിയല്ലോ. ഇത് എറണാകുളം സ്റ്റൈല് സദ്യ മസാലക്കറിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനുവേണ്ടി ഇവിടെ കടല കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. 8 മണിക്കൂർ കുതിർത്തെടുത്ത കടലയാണ്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പോടെ ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് കടല കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്കുള്ള സോയാബീൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ സോയാബീൻ വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം 20 മിനിറ്റ് ഒന്ന് സോക്ക് ആകാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കണം. 20 മിനിറ്റിന് ശേഷം നമുക്കിതുപോലെ ലിഡ് ഓപ്പൺ ചെയ്ത് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. നല്ലതായിട്ട് സോക്കായി വന്നിട്ടുണ്ടെങ്കിൽ ഇനി കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ സോയ ചങ്ക്സ് നമുക്കൊരു കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ചെറിയ പ്രഷർ കുക്കറിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടിച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം സവോള സ്ലൈസുകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് അതിൻ്റെ വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് സോയ ചങ്ക്സ് വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. ആ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളകും പെരുംജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ആൻഡ് ലിസ്റ്റെല്ലാം കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ചുമക്കെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത ശേഷം 2 ടൈപ്പ് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് പൊടികളൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ പൊടികൾ മൂത്ത് വന്ന ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി ഒരു മിക്സർ ജാറിലിട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. തേങ്ങയിൽ നിന്ന് എണ്ണ ഇറങ്ങി ആ ഒരു എണ്ണയിൽ വേണം ഈ തേങ്ങ അരച്ചെടുക്കാനായിട്ട്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. ഇത് ഓപ്ഷണലാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കറിയാണ്. എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശർക്കര ചേർത്ത് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടൊരു മസാലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് റെസിപ്പിയെ വീണ്ടും കാണാം.